ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. അതായത് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ അനലിറ്റിക്സ് എന്ന ഓപ്ഷനിൽ പോവുക. അതിനുശേഷം ഇവിടെ മുകളിലായി കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ കിട്ടും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായി കീ മൊമെന്റ്സ് ഫോർ ഓഡിയൻസ് റിട്ടൻഷൻ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താണ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കുക. പലരും ഈ ഒരു ഓപ്ഷൻ അത്ര സീരിയസ് ആയി എടുക്കാറില്ല. അതിനാൽ തന്നെ നമ്മുടെ വീഡിയോയുടെ വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കറക്റ്റായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി നമ്മൾ പോകേണ്ടത് ഇവിടെ കീ മൊമെന്റ്സ് ഫോർ ഓഡിയൻസ് റിട്ടൻഷൻ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ സ്പൈക്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 വീഡിയോ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ആയി ഇപ്പോൾ 10 വീഡിയോ ഇവിടെ കാണിക്കും. ഇത്തരത്തിൽ സ്പൈക്സ് എന്നതിന് താഴെ 10 വീഡിയോസ് വരുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്പൈക്സ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന വീഡിയോയിൽ നിന്നും ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ 2 സ്പൈക്സ് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോയിൽ കുറച്ചു ഭാഗത്ത് കൂടുതൽ നേരം ഓഡിയൻസ് കാണുന്നുണ്ട്, അതിനാലാണ് അത് സ്പൈക്സ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ താഴെയായി നിങ്ങൾക്ക് 2 മാർക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് ആ സ്പൈക്സ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ സ്പൈക്സ് വന്നിരിക്കുന്ന ഭാഗം നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് എല്ലാം കൊടുത്ത ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് സ്പൈക്സ് വന്നിരിക്കുന്നത്. അടുത്ത ഒരു സ്പൈക്സ് ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് വരുമ്പോൾ ഇതും ഇത്തരത്തിൽ സ്ക്രീൻ റെക്കോർഡ് എല്ലാം കൊടുത്ത ഒരു ഭാഗത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് ഈ ഒരു സ്പൈക്സ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് എവിടെയാണ് ഈ സ്പൈക്സ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഇതിലും 2 സ്പൈക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇത് പ്ലേ ചെയ്യുമ്പോൾ എത്തരത്തിലാണ് ഈ സ്പൈക്സ് വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ നിന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്താണ് സ്പൈക്സ് വന്നിരിക്കുന്നത്. അതുപോലെ അടുത്ത ഒരു സ്പൈക്സ് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഈ സ്ക്രീൻഷോട്ട് എല്ലാം കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗത്താണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സ്പൈക്സ് എല്ലാം ലഭിച്ചിരിക്കുന്ന ഭാഗത്ത് എന്തുകൊണ്ടാണ് ഓഡിയൻസ് കൂടുതൽ നേരം വാച്ച് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുക. ഇത്തരത്തിൽ നമ്മൾ ഒരു അനലിറ്റിക്സ് എല്ലാം നമ്മുടെ വീഡിയോ കുറിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് നിങ്ങളുടെ വരുന്ന വീഡിയോയിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാനും അതുവഴി നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇതുവരെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാത്തവർ തീർച്ചയായും നിങ്ങളുടെ വീഡിയോസിൻ്റെ സ്പൈക്സ് എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് വീഡിയോസ് എല്ലാം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിൽ വളരെയധികം മാറ്റം വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്